കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ പ്രവർത്തിക്കുന്ന കാൽവറി ടെമ്പിൾ ചർച്ചിന്റെ ഒരു ആരാധനാലയം പൊളിച്ചു നീക്കുവാൻ ഗവൺമെന്റ് ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു വാർത്ത. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ വ്യാപകമായി ഇപ്പോഴും ആളുകൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അങ്ങനെ ഒരു ഉത്തരവ് ആ സഭാ ഹാൾ പൊളിച്ചു നീക്കുവാൻ കലക്ടർ പുറപ്പെടുവിച്ചിട്ടില്ല എന്ന് സഭ പറയുന്നു. ഇന്ന് അവിടെ ആരാധന നടക്കുകയും സഭയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരു പോസ്റ്റിലൂടെ ആ വാർത്ത വ്യാജമായിരുന്നു, അങ്ങനെ ഒരു ഉത്തരവ് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കുമ്പോൾ RSSന്റെ മുഖപത്രമായ ദ ഓർഗനൈസർ ആണ് ജനുവരി മാസം 9-ാം തീയതി ഈ വാർത്ത ആദ്യമായി പുറത്തുവിടുന്നത്. ദ ഓർഗനൈസർ വാർത്തയിൽ വളരെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതനുസരിച്ച് 2024 നവംബർ മാസത്തിൽ ഗുണ്ടൂരിലെ വസന്തരായപുരം നിവാസിയായ ഒരു മനുഷ്യൻ സഭയ്ക്കെതിരെ ഒരു പരാതി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയക്കുന്നു. ആ പരാതി അനുസരിച്ച് പഞ്ചായത്തി രാജ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളായ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ശബ്ദ മലിനീകരണ ബോർഡ് എന്നിവയുടെ നിയമപ്രകാരമുള്ള അനുമതികളില്ലാതെയാണ് ഈ സഭാ ഹാൾ പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. PMOയുടെ ഓഫീസിൽ ലഭിച്ച ഈ പരാതി PMO സംസ്ഥാന ഗവൺമെന്റിന് കൈമാറി. സംസ്ഥാന ഗവൺമെന്റ് അന്വേഷണങ്ങൾ നടത്തിയിട്ട് മൈനോരിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് സഭാ ഹാൾ പൊളിച്ചു നീക്കുവാൻ ഉത്തരവിട്ടു എന്നാണ് ദ ഓർഗനൈസർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓർഗനൈസറിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് ഇന്ത്യയിലെ വിവിധ സംഘപരിവാർ പ്രസിദ്ധീകരണങ്ങൾ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. മലയാളത്തിൽ ജന്മഭൂമി പത്രവും ഈ വാർത്ത പ്രാധാന്യത്തോടെ തന്നെ പ്രസിദ്ധീകരിക്കുകയും പല യൂട്യൂബ് ചാനലുകളിലും ഈ വാർത്ത വരികയും ചെയ്തു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആ സഭയെക്കുറിച്ച് വിശദാംശങ്ങളുമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ദ ഓർഗനൈസറിന്റെ റിപ്പോർട്ടിൽ ഡോക്ടർ സതീഷ് കുമാറിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കാൽവറി ടെമ്പിൾ ചർച്ചിനെ കുറിച്ചും വിശദമായ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതിൽ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്, തെലങ്കാനയിലെ ഹൈദരാബാദിൽ 52 ദിവസം കൊണ്ട് പണി പൂർത്തിയായ ഒരു ആരാധനാലയമുണ്ടെന്നും അവിടെ 4 ലക്ഷം അംഗങ്ങളുണ്ടെന്നും ഓരോ ഞായറാഴ്ചയും 2 ലക്ഷത്തിലധികം ആളുകൾ അവിടെ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടെന്നും ഒക്കെ വിശദാംശങ്ങൾ ആ വാർത്തയിലുണ്ട്. അത് മാത്രവുമല്ല, ഡോക്ടർ സതീഷ് കുമാർ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണെന്നും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മൈക്ക് പെൻസുമായി ഡോക്ടർ സതീഷ് കുമാർ സംഭാഷണം നടത്തിയിട്ടുണ്ടെന്ന് വരെ ആ വാർത്തയിൽ പറയുന്നുണ്ട്. മാത്രമല്ല, സഭയ്ക്ക് കുറഞ്ഞ കാലത്തിനകം വലിയ വളർച്ചയുണ്ടായെന്നും ഇത് സംശയാസ്പദമാണെന്നും തുടർച്ചയായ മതപരിവർത്തനം അവിടെ നടക്കുന്നുണ്ടെന്നും ഒക്കെ വാർത്തയിൽ സൂചിപ്പിക്കുന്നു. എന്തായിരുന്നാലും കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാകേണ്ടതുണ്ട്. എന്റെ വ്യക്തിപരമായ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ കൂടെ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. 2024 നവംബർ മാസത്തിൽ ഗുണ്ടൂർ സ്വദേശിയായ ഒരാൾ സഭയ്ക്കെതിരെ ഒരു പരാതി PMOയുടെ ഓഫീസിലേക്ക് നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ആ പരാതി എത്തുകയും ആ പരാതിയിലുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും അതായത് പഞ്ചായത്തി രാജിന്റെയും ഒക്കെ നിയമങ്ങൾ ലംഘിച്ചാണ് ഈ കെട്ടിടം പണിതിരിക്കുന്നത് എന്നുള്ളതാണ് ആരോപണം. അതോടൊപ്പം മറ്റൊരു ആരോപണം കൂടെയുണ്ട്, ഓരോ മാസവും 3000-ഓളം ആളുകളെ മതം മാറ്റുന്നു എന്നുള്ള ആരോപണവും ആ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഇതൊന്നും തെളിയിക്കുന്നതിനുള്ള വസ്തുതകൾ അതിനകത്ത് ഉണ്ട് എന്ന് കരുതപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഗവൺമെന്റ് ഒരു നിയമ നടപടി ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതിനകം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഉത്തരവ്, അത് ജില്ലാ കലക്ടറുടെ ഭാഗത്തു നിന്നോ തഹസിൽദാരുടെ ഭാഗത്തു നിന്നോ ഒരു ഉത്തരവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്നിട്ടും RSSന്റെ മുഖപത്രം ഇങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നു, അതിന് വ്യാപകമായ പ്രചാരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സംശയാസ്പദമായ കാര്യമാണ്. തെലങ്കാനയിൽ ഹൈദരാബാദിൽ ഡോക്ടർ സതീഷ് കുമാർ ആരംഭിച്ച സഭ 2005-ലാണ് ആരംഭിക്കുന്നത്. വലിയ വളർച്ച ആ സഭയ്ക്കുണ്ടായിട്ടുണ്ട്. ആ സഭയ്ക്ക് വലിയ സ്വാധീനമുണ്ടായിട്ടുണ്ട്. തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും സഭയ്ക്ക് ധാരാളം ഔട്ട് സ്റ്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രാദേശിക സഭകളുണ്ട്. ആ സഭയുടെ വളർച്ച
പലർക്കും അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട്. നിരവധി ആരോപണങ്ങൾ സഭയ്ക്കെതിരെ പല ഘട്ടങ്ങളിൽ ഉയർന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട്. അത്തരം ആരോപണങ്ങളൊന്നും തെളിയിക്കുവാനോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ എന്തെങ്കിലും നടപടികൾ എടുക്കുവാനോ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. വലിയ നിലയിൽ വളർന്നു വരുന്ന ഒരു സഭയെ തകർക്കുവാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ട് വേണം നമുക്കിതിനെ മനസ്സിലാക്കുവാൻ. എന്തായാലും ഇത് സംബന്ധിച്ച് തങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത് ഫേക്ക് ന്യൂസ് ആണെന്ന് ഒരു പോസ്റ്റിലൂടെ അറിയിക്കുന്നതിനപ്പുറത്ത് സഭയുടെ ഭാഗത്തു നിന്ന് മറ്റ് വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. വരും ദിവസങ്ങളിൽ സഭ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, നിയമ നടപടികൾ, അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളതൊക്കെ കൂടുതൽ വ്യക്തമാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.